അടുത്തതായി വേദിയിൽ അഷ്ടപതി രാധാവിരഹം ആസ്പദമാക്കി ഉള്ള ജയദേവ അഷ്ടപതി അവതരിപ്പിക്കുന്നത് ആർദ്ര NV. വിജയമാത പൊന്നാനിയിലും തുടർന്ന് എടപ്പാൾ ഹൈസ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. സ്കൂൾ തലത്തിൽ മോഹിനിയാട്ടത്തിലും കേരള നടനത്തിലും ജില്ലാതലം വരെ സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. മാർഗംകളിയിലും കൂടിയാട്ടത്തിലും സംസ്ഥാന തലത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അന്നക്കമ്പാട് ശ്രുതി നൃത്ത കലാ വിദ്യാലയത്തിലെ ബാലൻ മാസ്റ്ററുടെ കീഴിൽ മോഹിനിയാട്ടം, കേരള നടനം, ഭരതനാട്യം എന്നിവ അഭ്യസിച്ചു വരുന്നു. വേദിയിൽ ആർദ്ര NV. യമുനാ തീര വാനീര നികുഞ്ചേ മന്ദമാസ്തിതം പ്രാഹ പ്രേമ ഭരോ ദ്രാന്തം राधिका सखी साविरहे तव दीना साविरहे तव दीना साविरहे ചന്ദന ഇന്ദു കിരണവ വിന്ദതി ഖേദമധീര നിന്ദതി ചന്ദന ഇന്ദു കിരണവ വിന്ദതി ഖേദമധീരം നിന്ദതി ചന്ദന ഇന്ദു കിരണവ വിന്ദതി ഖേദമധീരം നിന്ദതി ചന്ദന ഇന്ദു കിരണവ വിന്ദതി ഖേദമധീരം വ്യാളനിഹുയ നിലനേ നഗരലമിവ കലയതി മലയ സമീരം വ്യാളനിലയ നിലനേ നഗരലമിവ കലയതി മലയ സമീരം സാവിരഹേ तव दीना साविरहे तव दीना माधव मनसि च विशिख भयादिव भावनया तुयिना विरल निपतित मदन शरादिव अविरल निपतित मदन शरादिव भवदवनाय विशालं स्वहृदय मर्मणि वर्म करोदि स जलनलि नीदल जालम साविरहे तव दीना साविरहे तव दीना
कुसुमवीशिख शरतल्पमदीप विलास कला कमनीयम् कुसुमवीशिख शरतल्पमदीप विलास कला कमनीयम् व्रतमिव तव परिरम्भ सुखाय करोति कुसुम शयने साविरहे तव दीना साविरहे तव दीना माधव मनसि च विशिखभयादिव भावनया त्वयि ध्यानलयेन पुरपरिकल्प्य भवन्तमतीव दुरापम् विलपति हसति विषीदति रोदिति विलपति हसति विषीदति रोदिति चञ्जति मुञ्जति तापम् साविरहे तव दीना कृष्णा साविरहे तव दीना माधव मनसि च विशिखभयादिव भावनया त्वयि श्रीजयदेव भणितमिदमधिगम् यदि मनसा नडनीयम् हरिविरहाकुल वल्लवयुवति सखी वचनं पठनीयम् साविरहे तव दीना कृष्णा साविरहे तव दीना साविरहे तव दीना कृष्णा 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 ചിത്ര അനീഷ് ചിത്രകാരിയും ഗായികയും നർത്തകിയുമാണ്. അഞ്ജു അരവിന്ദ് നാടക പ്രവർത്തക, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ആത്മ അരവിന്ദ് ചിത്രകാരനും കവിയുമായ അരവിന്ദ് വട്ടംകുളത്തിന്റെയും അഞ്ജുവിന്റെയും മകളാണ്. ഈ സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വേദിയിൽ ചിത്ര അനീഷ്, അഞ്ജു അരവിന്ദ്, ആത്മ അരവിന്ദ്. എന്തിനാ മുത്തശ്ശി ഇതെല്ലാം? ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം.
നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റ് പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. ഭൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാണ് അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചല്ലോ. പിന്നെന്താ, ദാ കേട്ടോളൂ. ആത്തിൻപക്കത്തെ മാളിക വീട്ടിലന്നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ പേരടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞുമയങ്ങുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു മുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെയും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും ഒളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിരിതാ ഞാൻ കളവൂ, കാട്ടിരിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ. അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോന്ന് ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും ഇല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മഞ്ഞി മഞ്ഞ കതിരു
പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ പരമീനല്ല നീളവേ നിശ്ചലം നിന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിൽ ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടികളപ്പനു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ എടുത്താളമ്മ ഹരിയായും പ്രിയായും ചെന്നു ഭൂതം സരിജന്റെ കുഞ്ഞിലെ എന്നാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലെത്തിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികന്തേ ഭൂതമേനി. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. തെച്ചിക്കോലു പതിച്ചു ഭൂതം ചേലൊടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാമ്പോടടുക്കേ എന്നോദീ ഭൂതം അമ്മയെടുത്തി ഉമ്മ കൊടുത്തി തഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയ മാറെ വേറിട്ടൊന്നെന്നോദിയേറ്റാൽ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ട പൂതമിതെന്നു കയത്താൾ കാവം കൊണ്ടു വിതക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂത എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ? വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ
ഞാനിനി മേലിൽ മറച്ചു പിടിക്കേ എന്നുടെ നേരെ കോപമിതേറെ ൂതരുതെന്നെ നീറ്റിടൊല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നു ഭൂതം ഒത്തുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി പൂത്തും കാലം. കളമക്കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം. വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ. ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ. മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. കേട്ടില്ലേ തുടികൊട്ടും കളമൊട്ടു ചിലമ്പിത്തരന്തലുകൾ. അയ്യയ്യാവരവം വിളിപ്പൂങ്കുല കയ്യിലണിഞ്ഞ കരിമ്പൂതം. ആദരിച്ചവോടകൾക്ക് പലപാടും പണ്ടങ്ങൾ. അരുകിലരുക്കനിക്കായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. തെക്കിണമണിക്കൊട്ടുമുലകളിൽ തേയിലയും പൂമാല്യം. പുറവടി വപ്പടി മൂടി കിടക്കും ചെമ്പൻ കാവുകൾ ുക്കോളം. ഉപ്പുകൾ മീതെ ആദിയരാമൻ തെറ്റിയ വെള്ള ആവാട. അയ്യയ്യാവരവഞ്ചിതമത്തം ചെയ്യും നല്ല മണിക്കൂറും. 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 അടുത്തതായി വേദിയിൽ ഈ നൃത്തോത്സവത്തിന്റെ അവസാന ഇനം ആയ ഫ്യൂഷൻ ഡാൻസ് ഗായത്രി ഗണേഷ് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ഡാൻസ്. പങ്കെടുക്കുന്നവർ ഗായത്രി ഗണേഷ്, അനന്യ നിതിൻ. ഗായത്രി ഗണേഷ് എറണാകുളത്ത് ഡാറ്റ സയൻസ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. കലാമണ്ഡലം, പുഷ്പജ എന്നിവരുടെ കീഴിൽ 4 വർഷം ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് തലത്തിൽ ഓട്ടം തുള്ളലിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട്. അനന്യ നിതിൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോഡേൺ സ്കൂളിലാണ് അനന്യ പഠിക്കുന്നത്. കുമരനെല്ലൂർ, പുഷ്പ എന്നിവരുടെ കീഴിൽ 1 വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്നു. സബ് ജില്ലയിൽ ഭരതനാട്യം, കുച്ചുപ്പുടി, നാടകം എന്നിവയിൽ പങ്കെടുത്തു. നാടകത്തിൽ ജില്ലാതലത്തിലും A ഗ്രേഡ് നേടി. വേദിയിൽ ഗായത്രി ഗണേഷ്, അനന്യ നിതിൻ. Thank you.